റേ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നമ്മളൊരു ഡയഗ്രം ആദ്യം കാണിച്ചു തന്നാണല്ലോ. അപ്പോൾ അതിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ഈ എക്സ് വൈ എന്നുള്ള ഈ സ്ഫെരിക്കൽ സർഫസ് ആണ്. കണ്ടോ, എക്സ് വൈ എന്നുള്ള ഈ ഒരു സ്ഫെരിക്കൽ സർഫസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. എക്സ് വൈ എന്നുള്ള സ്ഫെരിക്കൽ സർഫസ്. എന്നിട്ട് അതിൻ്റെ പോൾ പി എന്നുള്ളൊരു പോയിന്റ് അടയാളപ്പെടുത്തി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സി കണ്ടു. എന്നിട്ട് അതിലൂടെ ഒരു പ്രിൻസിപ്പൽ ആക്സ് വരച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒ പി സി ഐ എന്നൊക്കെയുള്ള പോയിന്റ് കടന്നു പോകുന്ന ഈ ലൈനിന്റെ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈസ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. ഈ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. അതാണ് നമ്മൾ ആദ്യം വരച്ചത്. ആദ്യം ഫസ്റ്റ് വരച്ചത് സ്ഫെരിക്കൽ സർഫസ് വരച്ചു. പിന്നീട് എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇനി അടുത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തി, ഒ എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. ഒബ്ജക്റ്റ് ഒ. ഓയിൽ നിന്ന് വരുന്ന ഒരു ഇൻസിഡന്റ് റേ ആണ് ഒ എം. ഈ ലൈറ്റ് റേ നമ്മളിവിടെ പതിച്ചു. അപ്പോൾ ഇവിടെ ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ ചെരിഞ്ഞ് ബെൻഡ് ചെയ്ത് പോയി ഇവിടെ മീറ്റ് ചെയ്തു. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇമേജ് ഐ ഫോം ചെയ്യുകയും ചെയ്തു. ഓക്കെ, സി നേരത്തെ അടയാളപ്പെടുത്തിയ പോയിന്റാണ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഇൻസിഡന്റ് പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഇൻസിഡന്റ് പോയിന്റ് എന്നുള്ള നോർമൽ ആയിരിക്കും. സോ ഈ ഡോട്ടർ ലൈൻസ് കാണിക്കുന്നത് നോർമൽ ഡ്രോൺ ഫ്രം ദി ഇൻസിഡന്റ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നോർമലിന്റെയും ഇൻസിഡന്റ് റേന്റെയും ഇടയിൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഐ എന്ന് അടയാളപ്പെടുത്തി. സിമിലർലി ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സ്മോൾ ആർ എന്നും അടയാളപ്പെടുത്തി. റെഡി? ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ ഈ റേ ഡയഗ്രം വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടോട്ടൽ ലൈൻസ് താഴെ നോർമലിലേക്ക് വരച്ചത്. അപ്പോൾ നമ്മൾ പറയാണ് ഈ ചെരിവ് നമ്മൾ വരച്ചിരിക്കുന്ന സ്ഫെരിക്കലി കോൺവെക്സ് സർഫസ് ഇല്ലേ, ഈ ചെരിവ് ഈ വളവ് വളരെ കുറവാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും, അടുത്തടുത്തായിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ വെരി സ്മോൾ ആണെങ്കിൽ ഈ എം എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതാ കണ്ടില്ലേ, ഈ എം എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡോട്ടൽ ലൈൻസ് വരച്ചാൽ പോൾ പിയിലേക്ക് തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റും പിയും സെയിം ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതുകൊണ്ടാണ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഒക്കെ ഒരു പോയിന്റ് പി ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇത് പി ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ലൈറ്റ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ലൈറ്റ് വരുന്നത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കാണ് ലൈറ്റ് വരുന്നത്. നമ്മൾ ഒബ്ജക്റ്റിലേക്ക് അളക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, ഓപ്പോസിറ്റ് അളക്കുന്നത്. സോ പി ഒ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലൈറ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അത് മൈനസ് യു എന്ന് അടയാളപ്പെടുത്തും. അവസാനത്തെ സ്റ്റെപ്പ് കണ്ടുണ്ടാവും. ലൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോളിൽ നിന്നാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പി സിയിലേക്കും അതേപോലെ പി ഐയിലേക്കും അളക്കുമ്പോൾ അത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ലൈറ്റ് റേ വരുന്ന ഡയറക്ഷനിലേക്കാണ് പി സിയും പി ഐ ഉള്ളത്. അതുകൊണ്ട് അത് വിയും റേഡിയസ് ഓഫ് കർവേച്ചർ ആറും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. N1 N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞു. ഈ റേ ഡയഗ്രം വരച്ചപ്പോൾ ഫോം ചെയ്ത 3 ആംഗിളാണ് ആൽഫ, ബീറ്റ ആൻഡ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത ട്രയാങ്കിൾ ഇതാണ്, ഒ എം പി. കണ്ടോ, ഒ എം പി എന്നുള്ള ട്രയാങ്കിൾ. ഓപ്പോസിറ്റ് സൈഡ് പി എം, അഡ്ജസൻറ്റ് സൈഡ് പി ഒ. അത് അടുത്ത ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടാവും. ഇതാ പി സി എം അല്ലെങ്കിൽ എം പി സി, എങ്ങനെ നമുക്ക് പറയാം. ഈ ട്രയാങ്കിൾ, ഇങ്ങനെയുള്ള ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ ടാൻ ബീറ്റ ഓപ്പോസിറ്റ് പി എം ബൈ പി സി എടുത്തു. മൂന്നാമത്തെ ട്രയാങ്കിൾ ഇതാണ്, ഇവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഐ എം പി എന്നുള്ള ട്രയാങ്കിൾ. ഓക്കെ, ആ ഒരു ട്രയാങ്കിൾ എടുത്തു. അങ്ങനെയാണ് ആൽഫ, ബീറ്റ, തീറ്റ എന്നുള്ളത് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഐ ആറ് കിട്ടാൻ വേണ്ടിയിട്ട്, ഐയും ആറ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ട്രയാങ്കിൾ എടുത്തു. അതിലൊരു ട്രയാങ്കിളാണ് ഒ സി എം. ഇതാ ഒ എം സി. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. ഈ പോയിന്റ് എടുത്ത് ഈ ഡോട്ടർ ലൈൻസ് ഉള്ള ഈ പോയിന്റ് എടുത്തു. ഈ ട്രയാങ്കിൾ കണ്ടോ, മൗസിന്റെ പോയിന്റർ പോകുന്നു നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ ഒ എം സി എന്ന ട്രയാങ്കിൾ എടുത്തു.
ഇതിൽ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഐ എന്ന് പറയുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഐ. അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ഐ ഈസ് ഈക്വൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുത്തു. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ആൽഫൻ്റെയും ബീറ്റൻ്റെയും ഒക്കെ വാല്യൂ കൊടുത്തപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. പിന്നെ വേറെ ട്രയാങ്കിൾ എടുത്തതാണ് ഐ എം സി. IMC കണ്ടോ, IMC എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. നോക്കൂ, IMC. ഇതിലെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ബീറ്റ. ബീറ്റ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇന്റീരിയർ ആംഗിൾ ആറും തീറ്റയും. ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് തീറ്റ എന്നെടുക്കുകയും ചെയ്തു. ഓക്കെ. പിന്നെ സിലോ കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് റേ ഡയഗ്രം വരയ്ക്കേണ്ടത്. ഒന്നുകൂടി ഓർത്ത് വെക്കാം. ഇപ്പോൾ റേ ഡയഗ്രം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ സ്ഫെറിക്കൽ സർഫസ് വരയ്ക്കുന്നു, പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, അവിടെ പിയും സിയും അടയാളപ്പെടുത്തുന്നു. O എന്നുള്ള ഒബ്ജക്റ്റ് ആണ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ. ഐയും ആറും അടയാളപ്പെടുത്തും, N1 N2 അടയാളപ്പെടുത്തും, ആൽഫ ബീറ്റ തീറ്റ അടയാളപ്പെടുത്തും. പിന്നെ നമ്മൾ കൊടുത്ത് UVR എന്ന് പറയുന്നൊന്നുമില്ല. പോളിന്ന് ഒബ്ജക്റ്റിലേക്കും പോളിന്ന് സി ആൻഡ് പോളിന്ന് ഐയിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്.